സിറിയയിൽ ആഭ്യന്തര കലാപത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 370 കടന്നു. ബുധനാഴ്ചയാണ് വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യയായ അലപ്പോയിൽ വിമത സായുധ ഗ്രൂപ്പുകൾ പ്രസിഡന്റ് ബാഷർ അൽ അസദിന്റെ സൈന്യത്തിനെതിരെ ആക്രമണം തുടങ്ങിയത്. അലപ്പോ നഗരത്തിന്റെ മുക്കാൽ ഭാഗവും വിമതർ പിടിച്ചു. വിമതർക്കെതിരെ റഷ്യൻ യുദ്ധവിമാനങ്ങളും ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ്. സിറിയയിലെ പ്രധാന നഗരങ്ങളിലൊന്നായ അലപ്പോയിൽ വീണ്ടും വിമത തീവ്രവാദികൾ തമ്പടിച്ച് ഭരണകൂടത്തിനെതിരെ അട്ടിമറി ശ്രമത്തിലാണ് തുടരുന്നത്. തലസ്ഥാനമായ ഡമാസ്കസിന് 350 കിലോമീറ്റർ വടക്കാണ് അലപ്പോ. ഇവിടെയാണ് ഇപ്പോൾ സർക്കാരിനെതിരെയുള്ള പ്രത്യാക്രമണങ്ങൾ അഴിച്ചുവിട്ടിരിക്കുന്നത്. ഇതോടെ പശ്ചിമേഷ്യ കൂടുതൽ സംഘർഷഭരിതമായി മാറുന്ന കാഴ്ചയ്ക്കാണ് ഇനി ലോകം സാക്ഷിയാകാൻ പോകുന്നത്. ഒരിടവേളയ്ക്ക് ശേഷം തീവ്രവാദികൾ വീണ്ടും കൂട്ടത്തോടെ സിറിയയിലെ അലപ്പോ നഗരത്തിൽ തമ്പടിച്ച രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കുന്ന സംഭവങ്ങളാണ് നടക്കുന്നത്. സിറിയൻ സൈന്യം പിൻവാങ്ങിയ സ്ഥലങ്ങളിലാണ് തീവ്രവാദികൾ എത്തിയിരിക്കുന്നത്. സിറിയയിൽ വർഷങ്ങളായി ബഷാർ അൽ അസദിന്റെ നിയന്ത്രണത്തിലുള്ള ഭരണകൂടത്തിന് ഏറ്റവും വലിയ വെല്ലുവിളിയാണ് വിമതരായ തീവ്രവാദികളുടെ അപ്രതീക്ഷിത ആക്രമണം. ഒരിക്കൽ സിറിയൻ ഗ്രാമപ്രദേശങ്ങളിലെ പർവ്വത പ്രദേശങ്ങളിലേക്ക് നാടുകടത്തപ്പെട്ട ഇസ്ലാമിസ്റ്റ് വിമതരാണ് ഇപ്പോൾ സെൻട്രൽ അലപ്പോയിൽ എത്തിയിരിക്കുന്നത്. ഇവർ പ്രസിഡന്റ് ബഷാർ അൽ അസദിന്റെ ഭരണത്തിന്റെ ചിഹ്നങ്ങൾ തകർത്തതായി റിപ്പോർട്ടുണ്ട്. വടക്ക് പടിഞ്ഞാറൻ സിറിയയിലുടനീളമുള്ള പ്രദേശം കലാപകാരികൾ മുമ്പ് പിടിച്ചെടുത്തിരുന്നു. മാത്രമല്ല, ഇവർ അസദ് ഭരണകൂടത്തിനെതിരെ കനത്ത വെല്ലുവിളി ഉയർത്തുന്നുമുണ്ട്. അലപ്പോയിലും ഹമയിലും സിറിയൻ ആഭ്യന്തര യുദ്ധത്തിലെ പുതിയ അധ്യായം തുടങ്ങിയെന്ന് വേണം തന്നെ പറയാൻ. സർക്കാരിന്റെ പ്രതിരോധത്തിനെ മറികടന്ന സിറിയൻ ഇസ്ലാമിസ്റ്റ് വിമതർ ചില പ്രധാന നഗരങ്ങളും പ്രദേശങ്ങളും കടന്നാക്രമിച്ചു. ഈ ആക്രമണം അസദിന്റെ ഭരണം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നായി മാറിയിരിക്കുകയാണ്. അതേസമയം സിറിയൻ ഭരണകൂടം തങ്ങളുടെ അധീനതയിലുള്ള പ്രദേശങ്ങൾ ഭദ്രമാക്കാൻ ശക്തമായ പ്രതിരോധ നിര തുടരുന്നുവെന്നും വിമത മുന്നേറ്റം ചെറുക്കാൻ ശക്തമായ സൈനിക സായുധ നീക്കങ്ങൾ നടത്തുകയാണെന്നും റിപ്പോർട്ടുകളുണ്ട്. റഷ്യൻ വിമാനങ്ങളുടെ സഹായത്തോടെ സർക്കാർ സേന വിമത മുന്നേറ്റങ്ങളെ ചെറുക്കുകയാണെന്നും ഇവരെ തുരത്താൻ ഇദ്ലിബ് ഗ്രാമപ്രദേശങ്ങളിൽ കനത്ത വ്യോമാക്രമണം ആരംഭിച്ചതായുമാണ് പുറത്തുവരുന്ന വിവരം. തീവ്രവാദി ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പായ ഹയാത്ത് തഹ്രീർ അൽ ഷാമിലെ പോരാളികൾ സിറിയൻ സൈന്യത്തെ ഏറ്റുമുട്ടലിൽ പരാജയപ്പെടുത്തി അലപ്പോയുടെ ഭൂരിഭാഗം പ്രദേശവും പിടിച്ചെടുത്തു. സിറിയയിലെ പ്രതിപക്ഷത്തിന്റെ ടെലിവിഷൻ ചാനലായ അലപ്പോ ടുഡേയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സിവിലിയൻ വിമാനത്താവളം ഉൾപ്പെടെ നിരവധി പ്രധാന സ്ഥലങ്ങളിൽ നിന്ന് സിറിയൻ സൈന്യം പിൻവാങ്ങിയതോടെ വിമതർ ഈ സ്ഥലങ്ങളെല്ലാം കയ്യേറിയെന്നുമുള്ള വാർത്തയാണ് അലപ്പോ ടുഡേ പുറത്തുവിട്ടത്. തലസ്ഥാനമായ ഡമാസ്കസിലേക്കുള്ള ഹൈവേയിലെ തന്ത്രപ്രധാനമായ സ്ഥലമായ സറാഖിബിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും HTS തീവ്രവാദ നേതൃത്വം ഒരു പ്രധാന സൈനിക താവളം പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. തുർക്കി പിന്തുണയുള്ള സിറിയൻ വിമതർ കുർദിഷ് പോരാളികൾക്കും സിറിയൻ സർക്കാർ സേനയ്ക്കുമെതിരെ ആക്രമണം ആരംഭിച്ചതോടെ ജനങ്ങളുടെ സമാധാന ജീവിതത്തിനാണ് ഇപ്പോൾ തടസ്സം നേരിട്ടിരിക്കുന്നത്. സിറിയൻ സൈന്യത്തെയും റഷ്യ ഇറാൻ സേനകളെയും അതിശയിപ്പിക്കും വിധത്തിലുള്ള ആക്രമണമായിരുന്നു കഴിഞ്ഞ ദിവസം HTSന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. UAE പ്രസിഡന്റ് ഷൈഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ സിറിയൻ ഭരണകൂടത്തിനെതിരെയുള്ള വിമതരുടെ ആക്രമണത്തെ അപലപിച്ച് രംഗത്ത് വന്നിരുന്നു. രാജ്യത്തിന്റെ സ്ഥിരത കൈവരിക്കുന്നതിനും ജനങ്ങളുടെ സമാധാന ജീവിതത്തിനുമായി സിറിയയ്ക്കൊപ്പമുണ്ടായിരിക്കുമെന്നും അദ്ദേഹം ഉറപ്പ് നൽകിയിരുന്നു. അതേസമയം ഇറാനിയൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയും റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവും സിറിയയിലെ സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ വിദേശ രാജ്യങ്ങളുടെ ഇടപെടൽ സിറിയൻ ഭരണകൂടത്തിന് ആശ്വാസമായിരുന്നു. UAE, ഇറാൻ, റഷ്യ, തുർക്കി തുടങ്ങിയ വൻ ശക്തികളുടെ പിന്തുണയിൽ തീവ്രവാദികളെ തുരത്താൻ സാധിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് സിറിയയിലെ സൈന്യം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.